ന്യൂസ് 16 കേരള. 10,000-ത്തിലധികം ഇന്ത്യക്കാർ വിദേശ ജയിലുകളിൽ തടവിൽ. 2,633 പേർ സൗദി അറേബ്യയിലും 2,518 പേർ UAE-യിലും. വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ. നിലവിൽ 10,000-ത്തിലധികം ഇന്ത്യക്കാർ വിവിധ വിദേശ ജയിലുകളിലുണ്ടെന്നും അവരിൽ 49 പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ 2,633 തടവിലാക്കപ്പെട്ടിരിക്കുന്നതെന്നും രണ്ടാം സ്ഥാനത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണെന്നും കീർത്തി വർദ്ധൻ സിംഗ് രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞു. വിദേശ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെ വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ, ഭദ്രത, ക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ ഉയർന്ന മുൻഗണന നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഹിമാലയൻ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേപ്പാളാണ് 3-ാം സ്ഥാനത്ത്. 1,317 പേരാണ് ഇവിടെ തടവിൽ കഴിയുന്നത്. ഖത്തർ 611, കുവൈറ്റ് 387, മലേഷ്യ 338, പാകിസ്ഥാൻ 266, ചൈന 173 എന്നിവയാണ് കൂടുതൽ ഇന്ത്യക്കാർ ജയിലുകളിൽ കഴിയുന്ന മറ്റ് രാജ്യങ്ങൾ. അമേരിക്കയിൽ 169, ഒമാനിൽ 148, റഷ്യയിൽ 27, മ്യാൻമറിൽ 27 എന്നിങ്ങനെയാണ് കണക്കുകൾ. 2020 മുതൽ കുവൈറ്റിൽ 25 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സൗദി അറേബ്യയിൽ 9 പേരെയും, സിംബാബ്വേയിൽ 7 പേരെയും, മലേഷ്യയിൽ 5 പേരെയും, ജമൈക്കയിൽ ഒരാളെയും തൂക്കിലേറ്റി. UAE-യിൽ എത്ര ഇന്ത്യക്കാരെ വധിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ 2020-നും 2024-നും ഇടയിൽ ഒരു ഇന്ത്യക്കാരനെ പോലും വധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ UAE-യിൽ 3 ഇന്ത്യക്കാരെ തൂക്കിലേറ്റി. അതിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു നഴ്സും കേരളത്തിൽ നിന്നുള്ള ഒരാളും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.